നമസ്കാരം. പ്രധാന വാർത്തകൾ. താങ്ങി നിർത്തുന്നവർക്കുള്ള ബജറ്റ് ദേശീയ ബജറ്റല്ല. വിമർശനവുമായി കെ രാധാകൃഷ്ണൻ എം പി. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് ചില പ്രദേശങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റാണെന്നും കേരളത്തോട് അവഗണനയാണ് കാണിച്ചതെന്നും കെ രാധാകൃഷ്ണൻ എം പി. സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം പോരാടി, എന്നിട്ടും പരിഗണിച്ചില്ല. BJPക്ക് MP ഉണ്ടായിട്ടും കേരളത്തെ പരിഗണിച്ചില്ലെന്നും കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചു. പെൻഷൻ സ്കീം, ദേശീയപാത വികസനം, വിഴിഞ്ഞം മുതലായ ആവശ്യങ്ങളോട് മുഖം തിരിച്ചുള്ള ബജറ്റാണിത്. കേരളത്തിൽ കടുത്ത വെള്ളപ്പൊക്കവും ദുരിതവും ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകളെ ബാധിച്ചു. പലർക്കും ദുരിതാശ്വാസ നിധി നൽകി. എന്നാൽ കേരളത്തെ സഹായിക്കാൻ തയ്യാറാകാത്ത സമീപനമാണ് ബജറ്റിലുണ്ടായത്. കേരളത്തിന് യാതൊരു ഗുണവും ചെയ്യാത്ത ബജറ്റാണ്. സ്ത്രീധനത്തിന്റെ പേരിൽ കൊടും ക്രൂരത. ഗർഭിണിയായ 23-കാരിയെ ചുട്ടുകൊന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ 23-കാരിയായ ഗർഭിണിയെ കൊന്ന് കൈകളും കാലുകളും വെട്ടി വികൃതമാക്കി കത്തിച്ചു. സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ ഭർത്താവ് മിഥുനും വീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും വഴക്ക് പരിഹരിക്കുന്നതിനായി പണം നൽകിയിരുന്നുവെന്നും മരിച്ച യുവതിയുടെ വീട്ടുകാർ പറഞ്ഞു. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലാണ് സംഭവം. മൃതദേഹം കത്തിക്കുന്നതിനിടെ അവിടെ എത്തിയ യുവതിയുടെ കുടുംബാംഗങ്ങളാണ് തീയണച്ചത്. കത്തിക്കരിഞ്ഞ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ വീട്ടുകാർ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലെത്തിച്ചു. 5 വർഷം മുമ്പാണ് റീനയെ മിഥുൻ വിവാഹം ചെയ്യുന്നത്. ഇവർക്ക് 1.5 വയസ്സുള്ള ഒരു മകളുണ്ട്. രണ്ടാമത്തെ കുട്ടിയെ 4 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ക്രൂരകൃത്യം ചെയ്തത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവും വീട്ടുകാരും ഒളിവിലാണ്. മാലിന്യ പ്രശ്നം നേരിടാൻ സർവകക്ഷി യോഗം വിളിച്ച മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം നേരിടാൻ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ. മാലിന്യമുക്ത നവകേരളം പദ്ധതിയെക്കുറിച്ച് ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗം വിളിച്ചു. ജൂലൈ 27 ശനിയാഴ്ച വൈകിട്ട് 3:30 യോഗം. ജനകീയ ക്യാമ്പയിനായി മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിന് പിന്നാലെ മാലിന്യ സംസ്കരണത്തിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇതോടെയാണ് സർക്കാർ മാലിന്യ പ്രശ്നം മാറ്റാൻ നടപടിക്ക് ഒരുങ്ങുന്നത്. ആമയിഴഞ്ചാൻ തോട് അപകടം. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് A. റഹീം പാർലമെന്റിൽ. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് A. റഹീം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തെത്തിയിരുന്നില്ല എന്നും A. റഹീം വിശദീകരിച്ചു. റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ച് A. റഹീം പറഞ്ഞു. ജോയിയുടെ കുടുംബത്തിന് നേരത്തെ 10 ലക്ഷം രൂപ ധനസഹായം കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇടപെട്ട് കർണാടക ഹൈക്കോടതി. കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ള വിഷയമെന്ന് കർണാടക ഹൈക്കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇരു സർക്കാരുകളോടും നാളേക്കകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. 2 മലയാളി അഭിഭാഷകരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത്. ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ച അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്ന് ഹൈക്കോടതിയിലെത്തിയത്.